എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഞാനിന്ന് അമ്പലത്തിലൊക്കെ പോയിച്ച് വന്നതാണ്. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുഴുക്കുണ്ടാക്കുന്ന വീഡിയോ ഇടാവുമെന്ന്. അതിനായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. ഇന്ന് ഞാൻ എങ്ങനെയാണ് തിരുവാതിര പുഴുക്കം ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം അതിന് എന്തൊക്കെ വേണമെന്നുള്ളതും ഒക്കെ നമുക്ക് അറിയാം. പലരും പല വിധത്തിലാണ് പുഴുക്കുണ്ടാക്കുന്നത്. ഞാൻ എങ്ങനെയാണ് പുഴുക്കുണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കൂട്ടുകാരെ, എന്നാൽ നമുക്ക് പുഴുക്കുണ്ടാക്കിയാലോ. അതിന് വേണ്ട സാധനങ്ങൾ: ചെറുകിഴങ്ങ്, കാച്ചിൽ, കൂർക്കയാണിത്, പിന്നെ ചേമ്പ് ഉണ്ടോ, ചീമച്ചേമ്പാണത്, കപ്പ, പിന്നെ ചേന, ഏത്തക്കായ. ഇതുകൂടാതെ ഇതിൻ്റെ കൂടെ മുതിരയും ഉണ്ട്, പിന്നെ വൻപയറും നമ്മൾ ചേർക്കുന്നുണ്ട്. അത് രണ്ടും ഞാൻ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ മുതിര എന്ത് ചെയ്താലും വേവിയാൽ നമുക്കറിയാം. മുതിര വറുത്തതിന് ശേഷമാണ് വേവിക്കുന്നത്. എല്ലാം ഞുറുക്കുന്നുണ്ട്. അത് ഇന്ന് ഞാൻ എൻ്റെ 2 കൂട്ടുകാരും കൂടിയാണ് കുറച്ചധികം പുഴുക്കുണ്ടാക്കുന്നുണ്ട്. കാരണം എൻ്റെ അയൽവക്കത്തുള്ളവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒക്കെ കൊടുക്കാനായിട്ട്. അതിനായിട്ട് കുറേ വെള്ളം ഞാൻ അടുപ്പേ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ കഷ്ണങ്ങൾ വേകാൻ വേണ്ടി അത് നന്നായിട്ട് ഞുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചേനയാണ് ആദ്യം. ആ വെള്ളത്തിലേക്ക് കുറേ കറിവേപ്പില ഇട്ടു. ആദ്യം ചേന ഇട്ടു തിളച്ച വെള്ളത്തിലേക്ക്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി ഞുറുക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ വാരി ഇടുവാണ്. അങ്ങനെ ഈ കഷ്ണങ്ങളും കൂടെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ വേണം വേവിക്കാൻ. അതിൻ്റെ കൂടെ തന്നെ മുതിര ഇടുകയാണ്. മുതിര എത്രയായാലും വേവാൻ വിഷമമല്ല. ഇത് കുക്കർ വേവിച്ചതാണ്. ആ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ മുതിരയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് നിരത്തി ഒരു അരമണിക്കൂർ നേരം നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ഒന്ന് നിരത്തി ആ കഷ്ണത്തിൻ്റെ എല്ലാം മേളിലൊന്ന് ഇട്ടതിന് ശേഷം അരമണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ടും വെന്ത് കിട്ടിയിരിക്കും. കണ്ടോ, നല്ല തിളച്ച. ഇന്ന് ഞാൻ അടുപ്പത്ത് കണ്ടോ, മുറ്റത്ത് അടുപ്പത്താണ് വെച്ചിരിക്കുന്നത്. കൂട്ടുകാരും കൂടി വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. മൂടി വെച്ചു. ഒരു 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പകുതി വേവായപ്പോൾ ഇനി പയറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മൂടയൊക്കെ തുറന്നിട്ട് വേവിച്ച് കുക്കറിൽ വെച്ചിരുന്ന പയറാണ്. പയർ കുക്കറിൽ വെച്ച് വേഗം വെന്തതായതുകൊണ്ടാണ് പകുതി കഷ്ണങ്ങൾ പകുതി വേവായതിന് ശേഷം പയറിട്ട് കൊടുത്തത്. ഇനി അത് നമുക്ക് അരമണിക്കൂറല്ലേ വേണ്ടത് വേവാൻ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇനി പയറിട്ടതിന് ശേഷം ഒരു 15 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴത്തേനും പയറും നമ്മുടെ ചേനയും ചേമ്പും എല്ലാം കൂടെ നന്നായിട്ട് വെന്തിരിക്കും. ആ സമയത്ത് നമുക്കിതിന് അരപ്പ് റെഡിയാക്കാം. ഞാനൊരു 4 തേങ്ങായ ചിരകിയതുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. കുറച്ച് കാന്താരി മുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ജീരകം, ഇത്രയും സാധനമാണ് ഞാൻ അരപ്പിനായിട്ട് എടുത്തിരുന്നത്. അതെല്ലാം അരച്ച് കൊണ്ടുവന്നത് ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് പയ്യെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ആ ചതച്ച് വെച്ച് ഇനിയിപ്പം ഒരു 2 മിനിറ്റും കൂടെ വെച്ചാൽ മതി. ആകെ അരമണിക്കൂർ മതിയായില്ല, 2 മിനിറ്റും കൂടെ ഇനി വെച്ചാൽ മതി. കാരണം അതിന് ശേഷമാണ് കഷ്ണം എല്ലാം വെന്തതിന് ശേഷമാണ് നമ്മൾ അരപ്പിട്ട് കൊടുക്കുന്നത്. ഇനി അരപ്പ് ഇതിനകത്ത് അരപ്പിൻ്റെ പച്ചമണം മാറി സാധ ഇറങ്ങുന്നതിനായിട്ട് ഒരു 2 മിനിറ്റ് കൂടെ മൂടി വെച്ചാൽ മതി. ഒരു 2 മിനിറ്റും കൂടെ മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. നമ്മുടെ പുഴുക്ക് കണ്ടോ, പാകത്തിന് വെള്ളമൊക്കെ ആയിട്ട് ആവശ്യത്തിനായി നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നന്നായിട്ടും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കിയാൽ നമ്മുടെ പുഴുക്ക് റെഡിയായത്. ആ ചേച്ചി അത് വാങ്ങി വെച്ചിട്ട് ഇളക്കുവാണ്. കണ്ടോ, ഇനി കറിവേപ്പില പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ പുഴുക്ക് റെഡിയായി. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി മറ്റുള്ളവരെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല സൂപ്പർ പുഴുക്കാണ്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.